ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുവോളജിയുടെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ പാർട്ട് 3 വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാനുള്ള പിക്ചേഴ്സ് മൊത്തവും വരച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് മൊത്തവും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ അതിൻ്റെ എഴുതാനുള്ളതൊക്കെ എഴുതുമ്പോൾ ഞാനത് നെക്സ്റ്റ് ഫൈനൽ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വരയ്ക്കാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻസ് ആണ്. അപ്പം ഞാൻ നോക്കിയപ്പോഴും ലാബ് മാനുവലിൽ എല്ലാ ജോയിൻസും ഒന്നും കറക്റ്റായിട്ട് കൊടുത്തിട്ടുമില്ല, അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പഴയ റെക്കോർഡിലാണെങ്കിൽ അവർ ആ ഒരു PDF ജോയിൻസ് ഒക്കെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും കരുതി എൻ്റെ കയ്യിലുള്ള ആ PDF ജോയിൻസ് തന്നെ വരയ്ക്കാമെന്ന്. അപ്പോൾ നമ്മൾ PDF ജോയിൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ജോയിൻസ് എന്നൊക്കെ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഓരോ ജോയിൻ്റായിട്ടാണ് വരയ്ക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് ജോയിൻസിൽ ഫൈബ്രസ് ജോയിൻസും കാർട്ടിലേജിനസ് ജോയിൻസും ആണ് വരച്ചു കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ജോയിൻസ് നമ്മൾ ഒരു പേജിൽ തന്നെയാണ് കേട്ടോ വരയ്ക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് നമ്മുടെ ഇടത്തെ സൈഡിൽ എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ വലത്തെ സൈഡിൽ രണ്ട് ജോയിൻസ് വരയ്ക്കാനായിട്ട് പോയി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫൈബ്രസ് ജോയിൻസിന് ഹെഡിങ് ഒക്കെ കൊടുത്ത് അത് വരച്ചെടുക്കാനായിട്ടാണ് പോയത്. അപ്പോൾ അത് വരയ്ക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം സിമ്പിളായിട്ടൊക്കെ തന്നെ വരച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ അത് PDF കാണുമ്പോൾ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല എന്നൊക്കെ തോന്നും. കാർട്ടിലേജിനസ് ജോയിൻസും നല്ലോണം എളുപ്പമായിരുന്നു, പെട്ടെന്ന് വരച്ചെടുത്ത് കാർട്ടിലേജിനസ് ജോയിൻസൊക്കെ. അപ്പോൾ അത് രണ്ടും നമ്മൾ അത്യാവശ്യം വൃത്തിക്ക് വരച്ച് അതിനകത്ത് എഴുതാനുള്ളതൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ പിന്നെ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സൈനോവിയൽ ജോയിൻസിനകത്തുള്ള ജോയിൻസ് എല്ലാം വരയ്ക്കാനായിട്ടാണ്. അപ്പോൾ അതിൽ തന്നെ കുറേ ജോയിൻസ് വരുന്നുണ്ടല്ലോ. അപ്പം അതിൽ നമ്മൾ ഇവിടെ വരച്ചു കൊടുക്കാനായിട്ട് പോകുന്നുള്ളത് രണ്ട് ജോയിൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് വരുന്നുള്ളത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിനും പിന്നെ ഹിഞ്ച് ജോയിൻറ്റുമാണ്. അപ്പം ഇതിൽ നമുക്ക് ഫസ്റ്റ് സൈനോവൽ ജോയിൻസിനെ കുറിച്ചും പിന്നെ ഈ രണ്ട് ജോയിൻസിനെ പറ്റിയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ എഴുതി കൊടുത്തു. അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് കൊടുത്തു സൈനോവൽ ജോയിൻസ് എന്നും. പിന്നെ നമുക്ക് വരയ്ക്കാനുള്ള ഫസ്റ്റ് ജോയിൻ്റ് ആയിട്ടുള്ള ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൻ്റെ ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ അതിന് രണ്ട് പിക്ചേഴ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് പിക്ചേഴ്സ് നമ്മൾ വരച്ച് അടയാളപ്പെടുത്തി. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഹിഞ്ച് ജോയിൻറ്റും വരച്ചു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് സൈനോവിയൽ ജോയിൻസിൽ തന്നെ ഇനി നമുക്കൊരു 3 ജോയിൻസും കൂടെ ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ 3 ജോയിൻസിൻ്റെയും ഫീച്ചേഴ്സാണ് നമ്മളിവിടെ എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗ്ലൈഡിങ് ജോയിൻറ്റും പിവറ്റ് ജോയിൻറ്റും പിന്നെ നമ്മുടെ സാഡിൽ ജോയിൻറ്റും ആയിരുന്നു. അപ്പോൾ ഇതിന് 3ൻ്റെയും ഹെഡിങ്ങും കൊടുത്ത് ഇതിന് 3ൻ്റെയും ഓരോരോ പിക്ചേഴ്സായിട്ടായിരുന്നു നമുക്ക് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 3 നമ്മളിവിടെ വരച്ചു കൊടുക്കുകയാണ്. ഞാൻ ആ PDF അതുപോലെ തന്നെ ഏകദേശം വൃത്തിക്ക് വരച്ചെടുക്കാനായിട്ടാണ് നോക്കിയത്. പിന്നെ ചില ഭാഗങ്ങളൊന്നും ഞാൻ ഈ റെക്കോർഡിൽ വരച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ബിക്കോസ് സ്പീഡിൽ വരയ്ക്കുമായിരുന്നല്ലോ, ബിക്കോസ് നമുക്ക് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യേണ്ടത് കൊണ്ട്. അങ്ങനെ ആ ഒരു 3 ജോയിൻ്റൂടെ വരച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജോയിൻ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ തന്നെ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഫോളജി ആൻഡ് അനാട്ടമി എന്ന് പറയുന്ന ഒരു സെക്ഷനിലോട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഹെഡിങ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വരയ്ക്കാനായിട്ട് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് ആയിരുന്നു. അപ്പം അത് നമ്മൾ ആദ്യം ഞാൻ കരുതിയത് എഴുതിയിട്ട് വരയ്ക്കാമെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ചും വിസറ ഓഫ് ഫ്രോഗും രണ്ടും വരച്ചതിന് ശേഷം അതിന് രണ്ടിനും എഴുതാനുള്ളത് ആ ഒരു പ്ലാനിലോട്ട് എത്തി. അപ്പോൾ നമ്മൾ ഈ കോക്രോച്ചിൻ്റെ ഈ സംഭവം വരച്ച് വൃത്തിക്ക് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പിന്നെ നമ്മൾ വിസറ ഓഫ് ഫ്രോഗ് വരയ്ക്കാനായിട്ട് പോയി. ഇത് പിന്നെ നമ്മൾ നോർമലി ബുക്കിലൊക്കെ വരച്ച് നമുക്ക് നല്ല പരിചയമുള്ളൊരു ഇതാണ്. ഇത് നമ്മുടെ കോക്രോച്ചിന് നമുക്കധികം പരിചയമില്ലെന്നുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം വൃത്തിക്കൊക്കെ വരച്ചെടുത്ത് അത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും വരച്ചതിന് ശേഷം ഇതിനകത്തും അടയാളപ്പെടുത്താനുള്ളതെല്ലാം നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. അതിന് ശേഷമാണ് നമ്മളിത് എഴുതാനായിട്ട് പോയത്. അപ്പോൾ എഴുതാനായിട്ട് പോയപ്പോഴത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പഴയ ഒരു റെക്കോർഡ് ഇരുന്നതൊക്കെ നോക്കിയപ്പം അതിൽ എഴുതിയേക്കുന്നതൊക്കെ അനുസരിച്ച് മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഷോർട്ടൊക്കെ ആക്കി, മീൻസ് മെയിനായിട്ടുള്ളതെല്ലാം വന്നിട്ടുണ്ട്, പിന്നെ ഷോർട്ടാക്കേണ്ടതൊക്കെ ഷോർട്ടാക്കി എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് കോക്രോച്ചിൻ്റെ എഴുതി കൊടുത്തു. നെക്സ്റ്റ് പിന്നെ നമ്മൾ ഹെഡിങ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ വിസറ ഓഫ് ഫ്രോഗിൻ്റെത് എഴുതി കൊടുത്തു. അപ്പോൾ ഇതിൽ രണ്ടിലും കുറച്ച് അധികം എഴുതാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാബ് മാനുവലിലെ സംഭവങ്ങൾ അല്ല ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ PDF മെയിനായിട്ടുള്ള സംഭവങ്ങളെല്ലാമാണ് എഴുതി കൊടുത്തത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ എംബ്രിയോളജി എന്ന് പറയുന്ന ആ ഒരു പാർട്ടിലോട്ടാണ്. അപ്പം ഞാൻ ഇങ്ങനെ കുറേ അധികം മെയിൻ ഹെഡിങ്സ് ഒക്കെ ഒരു പേജിൽ തന്നെ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു 3 പടം ഇയറും ഐയും യൂറിനറി സിസ്റ്റവും വരയ്ക്കാത്തത് കൊണ്ട് പേജസ് അധികം കിട്ടിയത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കാരണം നിങ്ങൾക്ക് പേജസ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത് നമ്മുടെ TS ഓഫ് ഓവറി ആയിരുന്നു. അപ്പോൾ TS ഓഫ് ഓവറിയിൽ നമുക്ക് എഴുതി കൊടുക്കാനുള്ളതെല്ലാം എഴുതി കൊടുത്തതിന് ശേഷം ഞാനാണെങ്കിൽ ആ പടവും നോക്കി, പിന്നെ നമ്മുടെ കയ്യിലുള്ള ലാബ് മാനുവലാണ് മെയിനായിട്ട് നോക്കിയത്. ലാബ് മാനുവലാകുമ്പോൾ കുറച്ചുകൂടെ
ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ആയതുകൊണ്ട് പെട്ടെന്ന് വരച്ചെടുക്കാൻ തോന്നിയതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ടാണത് വരച്ച് കൊടുത്തത്. ഞാൻ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ TS ഓഫ് ടെസ്റ്റിസ് വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഫീച്ചേഴ്സ് കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എഴുതി കൊടുത്തതിന് ശേഷം ഞാൻ അതിനും നമ്മുടെ ലാബ് മാനുവലിലുള്ള ആ ഒരു പിക്ചറാണ് എടുത്തത്. ബിക്കോസ് നമ്മുടെ ആ PDF-ലുള്ള പിക്ചർ കുറച്ചുകൂടെ അല്ലാതെ കൊടുത്തേക്കുവാണ്. അപ്പോൾ അത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഇത് തന്നെ വരച്ച് അടയാളപ്പെടുത്തി അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഈ ഒരു എംബ്രിയോളജി സെക്ഷനിൽ ലാസ്റ്റ് വരുന്നതായിരുന്നു TS ഓഫ് ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെതും നമ്മൾ എഴുതി കൊടുക്കാനുള്ളതെല്ലാം എഴുതി കൊടുത്തതിന് ശേഷം ഒരു സർക്കിൾ ഷേപ്പിലുള്ളൊരു പിക്ചറാണ് വരുന്നുള്ളത്. അപ്പം അതിന് ഞാൻ ഒരു ടേപ്പൊക്കെ യൂസ് ചെയ്ത് അതും വരച്ച് അതിനകത്ത് എഴുതാനുള്ളതും അടയാളപ്പെടുത്താനുള്ളതും എല്ലാം നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ഒരു മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് ഹിസ്റ്റോളജി ആയിരുന്നു. അപ്പോൾ ഹെഡിങ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ക്ലിപ്പ് ഇതിൽ വന്നിട്ടില്ല. അപ്പം ഹിസ്റ്റോളജിയിൽ നമുക്ക് 3 മസിൽസാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്നുള്ളത് നമ്മുടെ സ്ട്രേറ്റഡ് മസിൽസാണ്. അപ്പോൾ സ്ട്രേറ്റഡ് മസിൽസിന് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു, അത് നമ്മൾ പഠിച്ച പോയിൻറ്റ്സ് തന്നെയാണ്. ആ പോയിൻറ്റ്സ് എഴുതി കൊടുത്തിട്ട് അതിൻ്റെ പിക്ചർ വരയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിക്ചർ ഞാൻ നമ്മുടെ PDF-ലുള്ള പിക്ചറാണ് കേട്ടോ വരച്ചത്. അപ്പോൾ അതും വരച്ച് അതിനകത്ത് അടയാളപ്പെടുത്താനുള്ളതെല്ലാം അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറയുന്നുള്ളത് നമ്മുടെ നോൺ സ്ട്രേറ്റഡ് മസിൽസാണ്. അപ്പോൾ നോൺ സ്ട്രേറ്റഡ് മസിൽസിനും എല്ലാ ഫീച്ചേഴ്സും എഴുതി കൊടുത്തു. അതിൻ്റെ പിക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിരുന്നു, പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അവസാനം പിന്നെ വരച്ചതിന് ശേഷം കുറച്ച് ഷെയ്ഡിങ് ഒക്കെ കൊടുത്ത് അടയാളപ്പെടുത്താനുള്ള എല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ പിന്നെ നെക്സ്റ്റ് ഉടനെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള നമ്മുടെ കാർഡിയാക് മസിൽസ് വരയ്ക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർഡിയാക് മസിൽസിലും സിമ്പിളായിട്ടുള്ളൊരു പിക്ചർ തന്നെയായിരുന്നു അത്യാവശ്യം വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ആ PDF-ൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ സൈഡിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അതിൻ്റെ പിക്ചറൊക്കെ വരച്ച് അതിനകത്ത് കുറച്ച് ഡീറ്റെയിലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അതുപോലെയൊക്കെ തന്നെ അത്യാവശ്യം കൊടുത്ത് ലേബലൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ റെക്കോർഡ് അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ റെക്കോർഡ് മൊത്തത്തിലൊന്ന് കണ്ടാലോ. അപ്പം നമ്മൾ ഫസ്റ്റ് തൊട്ട് വരച്ച ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസ് തൊട്ട് വരച്ച സംഭവങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി കുറേ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലാബിൽ പോയി ചെയ്തിട്ട് എഴുതിയാൽ മതി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനത് എഴുതാത്തത്. അതും കൂടെ എഴുതിയതിന് ശേഷം ഒരു ഫൈനൽ പാർട്ട് നമ്മൾ സുവോളജിയുടെ റെക്കോർഡിന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള പാർട്ടിൽ നിന്ന് എന്തൊക്കെയാണ് വരയ്ക്കേണ്ടത് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബോട്ടണിയുടെ റെക്കോർഡിന് അത്രയും റെസ്പോൺസ് കിട്ടിയതുകൊണ്ടാണ് സുവോളജി നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് ചെയ്തത്. ഇനി വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. ഫിസിക്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റെക്കോർഡ് ഇങ്ങനെയൊക്കെയാണ് വരുന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കെ ബൈ.